നമുക്ക് 48 ഡയലോഗുകൾ എന്താ പറയുന്നത്? അപ്പൊ നാളെ മറ്റേ RP ഉള്ളതാ. ഇന്നൊരു ദിവസം RP മാറ്റി വെച്ചത്. ഇന്ന് ആര് ഹരി അവരെല്ലാരും പുറത്താ. ഹരി പുറത്താ, ബീഡി ഇല്ല, അങ്ങനെ കുറെ പേരില്ല ഇന്ന്. അമ്മാരും ഇല്ലാത്തോണ്ടാ ഞാൻ ഇന്നത്തെ മാറ്റി വെച്ചത്. അത് എല്ലാരും ഉണ്ടേലേ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പ 48 പോയിട്ട് 24 മണിക്കൂർ പോലും ഈ ചെയറിൽ ഇരിക്കാൻ പറ്റൂല. ഇങ്ങനെ 10 മണിക്കൂർ പോലും ഇരിക്കാൻ പറ്റില്ല ഈ ചെയറിൽ. ചത്തുപോകും. ഇത് മറ്റേ വണ്ടിയുടെ സീറ്റ് പോലത്തെ സീറ്റല്ലേ, ചത്തുപോകും. വീഡിയോ എന്ന് പറഞ്ഞ കുറിപ്പ്, ബീഡി ദ ഗെയിമർ. ബ്രഹ്മദീപ്തന്റെ ബീഡി. അതെ, ബ്രഹ്മദീപ് തന്നെയാണ് ബീഡി ദ ഗെയിമർ എന്ന് ഷോർട്ട് ഫോം ആയിട്ട് ഇട്ടേക്കുന്നത്. ഓക്കെ. ഇല്ലല്ല, ഞാൻ മോഡറേറ്റേഴ്സിനെ ഞാൻ ലൈറ്റ് നൈറ്റ് സോർട്ട് ചെയ്തോളാം കേസ്. ഞാൻ ഒരു 1-2 പേരെ മോഡറേറ്റർ ആക്കണം. 2 പേരെ എടുത്ത് കളയാൻ. കുറച്ച് പേര് ഈ കളയണമെന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ മാറ്റണമെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മോഡറേറ്റർ. ചില മോഡറേറ്റേഴ്സ് എന്നുള്ള ആൾക്കാർക്ക് ഇതൊരു ജോലിയൊന്നും അല്ല. അവർക്ക് ഇരിക്കാൻ പറ്റുന്ന ദിവസം മാത്രം അവർ ഇരുന്നാൽ മതി. അല്ലാതെ എന്നെ തെറി വിളിക്കല്ലേ, എന്താ കളിയാ എന്നെ തെറി വിളിക്കല്ലേ. ഇത് എന്താ ലോറി, ബെഞ്ചിലെ ലോറി. ഇത് ഓടിക്കുമ്പോ എന്നെ തെറി, എന്റെ ലിവറി നോക്കല്ലേ, എന്താ കളിയാ നോക്കല്ലേ, കിക്ക് കൊണ്ടുപോകും. അതെന്തോ അളിയാ, അത് ഞാൻ പറയാന്നോളാം ചേട്ടാ. നിന്റെ അല്ല, നീ ഫ്രണ്ടിൽ പൊക്കോ, ഈ വട്ടം ഫ്രണ്ടിൽ പൊക്കോ കളിയാ. വണ്ടി ഓടിക്കുമ്പോ എന്നൊന്നും പറയല്ലേ. ഇപ്പോഴാണ് അപ്പൊ എന്റെ ഹോൺ കറക്റ്റായത്. നിന്റെ എന്തിനാണ് കൺസേവന്റ് സ്റ്റാൻഡേർഡ്. അരുൺ ശിവൻ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട്. ലെറ്റ്സ് ഗോ. ഷൗട്ട് ഔട്ട് അരുൺ ശിവൻ ബ്രോ. ഇതിലല്ല തള്ളേടെ, ഇതെന്തോന്ന് വണ്ടി. ഇല്ലെങ്കിലും ഞാൻ ജയിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അല്ലെ ഈകളെ ഇതിപ്പോ ഞാൻ വളക്കണ്ടല്ലേ ബ്രോ, എനിക്ക് കുറച്ച് മാറിയേ. വണ്ടി ഒരു ലാഭം. പിന്നെ റേസ് തീരുന്നവരെ കളിക്കണം. പിന്നെ അങ്ങനൊന്നും ഇല്ല. ഫീഡ്ബാക്ക് കിട്ടാത്തോണ്ടല്ലേ. വണ്ടി ഇലക്ട്രിക് ആണ്, സൗണ്ട് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ ഈകള് കേറി പോയതാണ്ടാ തിരിച്ച്. എടാ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ബോട്ട് വട്ടി ഉണ്ടോ? മറ്റേ 3 വീലുള്ള വണ്ടി കൊണ്ടുവന്നു. മിസ്റ്റർ ബീന്റെ വണ്ടി അത്. ഓക്ക് ആ വണ്ടിയിൽ കളിച്ചല്ലോ റേസ്. മിസ്റ്റർ ബീന്റെ ഈ മിസ്റ്റർ ബീന്റെ ഈ ബോട്ടിന്റെ വണ്ടി ഫണ്ണായിരിക്കും അത്. ഇതെങ്ങനെ ജയിക്കും? ഇതെങ്ങനെ ഓവർടേക്ക് ചെയ്യും? ഇത് ഞാൻ ഓവർടേക്ക് ചെയ്ത് ബോട്ടിനെ. അവനെ ഇപ്പൊ ഓവർടേക്ക് ചെയ്യാം. ഒരു ബോട്ടേ ഉള്ള ആ വണ്ടി ഉണ്ടാവും ബോട്ടിന്റെ. ഹോണ് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ഹോണ് സെറ്റ് ചെയ്യണം. ഈ സ്റ്റിയറിംഗ് ഞാൻ ഹോണ് സെറ്റ് ചെയ്തില്ല. ഇതിന് എത്ര ഗിയർ ഉണ്ട്? 9 ഉണ്ടോ? 120 ലോക്ക സ്പീഡ് ആണോ? 120 പോകുന്നു. ഏറ്റവും ബാക്കിൽ പ്രാവം മണലടിച്ചു വരുന്നത്. ഇല്ല, ബ്രാവോ എന്റെ ലിവറി കാണാൻ വേണ്ടി പറഞ്ഞു വരാ. എന്റെ ചത്തിയുണ്ടല്ലോ പറ്റിച്ചെന്റെ പേര്. വണ്ടിയുടെ സൗണ്ട് ഒന്നും കേൾക്കുന്നുണ്ടോ? ഇത് ഇലക്ട്രിക്. സോയി ഇടിക്കരുത്, വന്ന് ഇടിക്കരുത്. പുറകെ തൊട്ട് പുറകിലാവുന്നുണ്ട് സോയി. വളയുന്നില്ല, വണ്ടി വളയുന്നില്ല. റിപ്പീറ്റിംഗ്. ഉണ്ടല്ലോ, അതാ വളയാൻ പാടുന്നില്ല. അല്ലല്ലോ, വളവിന്റെ അവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യുമ്പോ ഇടിക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത്. കൺസൈൻമെന്റിന് ഓണം ഫീഡ് ചെയ്ത്.
അതാരല്ലേ ഒരു നുണുക്ക് വണ്ടി പോണത്? അവനാണോ? അവനാണ് പോട്ട് ഇപ്പഴാ ഞാൻ പറഞ്ഞ വണ്ടി അതാണ്. അവിടെ വീണ് വീണ ഞാൻ ഇടിച്ചതാണ് അവനെ ചെറുതായിട്ട്. പാവോടാ. കഴിയാണേ അത് കഴിയാണേ. ഈഗിളെ ഫ്രണ്ട് വളവാണ് വളവാണ്. വളവൊക്കെ നമുക്ക് വളയ്ക്കാം. അവിടെ എന്തോ അടി കിടക്കണ്ട ബാക്കില്. വലിയൊക്കെ ഓടിച്ചിട്ട് പോയത് വട്ട കയറിയേ എന്തിരുന്നേരുന്ന്? വട്ട 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 കയറിയത്. ഇത് എങ്ങനെ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറ്റുന്ന ഗോഗു? അളി അതിന് നല്ല പവർ കാണിച്ചളിയാ. പക്ഷെ ഇത്ര വലിയ വണ്ടിയില്ല. ആ പവറിൽ ഇത്ര നീങ്ങോളെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അല്ലേ നീ ഒന്ന് ആലോചിക്ക്. ഇത് തീരുമ്പോ 24 hours ലൈവ് കഴിയും. 1 ലാപ്പ് എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? 1 ലാപ്പ് എത്ര കിലോമീറ്റർ ഉണ്ട്? 31. 1 ലാപ്പോ? സൂപ്പർ. 61 കിലോമീറ്റർ ഈ സ്പീഡിൽ പോണം നമ്മള്. നീ എന്തുവാ സീരിയസ് ആയിട്ട്? അതല്ലേ ഞാൻ പറഞ്ഞ ഒല്ലാപ്പ ആര് ജയിക്കും അവര് ജയിക്കട്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന അവൻ ഹാക്ക്. എടാ ഡീവൻ ആദ്യമേ നമ്മളൊക്കെ അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവനൊരു ഡിസ്റ്റൻസ് ഓൾറെഡി കീപ്പ് ചെയ്ത് മനസ്സിലായ? നമ്മൾ അവിടെ തമ്മിൽ തല്ലി ഓരോരുത്തന്മാരെ പിടിച്ചോണ്ടിരുന്നു. ഇതെങ്ങനെ കയറി പോയി? ബ്രാവോടെ മണലോട് കയറി തിരിച്ചു വന്നേ. Let's go. ബാക്കിലത്തെ ഡിക്കി കൊടുന്നെല്ലാം കഴിഞ്ഞ കേട്ടാ. സ്പീഡ് വന്നത് അപ്പൊ ലോഡൊക്കെ എടുത്ത് റോട്ടിക്കളഞ്ഞു വെയിറ്റ് പറഞ്ഞു. അതെങ്ങനെ ബ്രാവോ പെട്ടെന്നത്? സിമ്പിൾ ലോജിക്കാണ്. മനസ്സിലായല്ലേ? കള്ള സിമ്പിൾ ലോജിക്കാണെന്ന് പറഞ്ഞത് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. കത്തിയേ എങ്ങനെ ഒന്ന് പറഞ്ഞുതരുമോ? അത് കുറച്ച് മനസ്സിലാക്കാൻ ലേറ്റ് ആയി പോയി. വാവ് ഫ്രണ്ടിലത്തെ റോഡിന് എന്തേലും എം കണ്ടത്. എമ്മാ ഓ ഇത് കൊണ്ട് അത് ഈസി. ഞാൻ ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് നോക്കിയടാ സ്പീഡ് കൂട്ടാൻ വേണ്ടി. മൂഞ്ചി പോയേട്ടാ. ഞാൻ ഇടക്കിടക്ക് ചെയ്തായിരുന്നു. അതൊക്കെയാണ് ഞാൻ മോൻ ചെയ്തത്. ഞാൻ നോക്കും പിന്നെ അവിടെ ഉമ്മ വെച്ച് കളിച്ചോട്ട് പിന്നെ അപ്പൊ ഇതെന്ത് തീര്? ആ വളവ് ഓരോരുത്തരായിട്ട് കയറേണ്ടതാണ്. ഇത് കയറുന്നില്ല വണ്ടി. ഇത് റൗണ്ട് ചെയ്ത് കൊടുക്കാൻ തോന്നുന്നു. എടാ വണ്ടി കേറുന്നില്ല. ഊട്ടി ഊട്ടി ആക്സിഡന്റ് വിട്ടിട്ട് ചോട്ടാ മതി. എടാ, ഈ റൈസിന് ഇതുണ്ടായിരുന്ന പിടിച്ച ഉണ്ടായിരുന്ന ഇതിനുണ്ടായിരുന്നു അത്. ഞാൻ മൂഞ്ചിയേ. ഇന്നാക്ടിവിറ്റിയാ. അളിയാ ഇനിയിപ്പൊ അളിയാ ഗെയിം ക്രാഷ് ആളിയാ നേരത്തെ. ഇതെന്തത്? നല്ല റീസൺ. റീസെറ്റ് അപ്പോഴേക്കും ഇതെന്തിനാണ് വരുന്നത് ഗോക്കു ഇതിങ്ങനെ? ഇന്നാണല്ലോ ഒന്ന് തുടങ്ങിയ ട്രക്ക് സിമുലേറ്റർ സത്യം. പീസ് ഒന്ന് പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടോ. PC റീസ്റ്റാർട്ട് ചെയ്യണോ? പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടോ. ഫയലൊന്ന് മിസ്സായി. വാളയാർ വാസു മിസ്സാണ്. ഇതാണെങ്കി ഷോർട്ട് കട്ട് പിടിക്കാൻ തോന്നില്ല. ചിന്നാടന്റെ ലോറിയാടാ. അയ്യോ പാവാ ബോട്ടിന്റെ പിറകെ വരുന്നൊക്കെയാണ്. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വണ്ടി വെച്ച് ഒരാൾ എങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണിക്കും? സ്പിരിറ്റ് ആടാ സ്പിരിറ്റ് പറയുന്നത്. എന്റെ ഒരു സ്പിരിറ്റ് കണ്ടില്ലേ നിങ്ങളൊക്കെ? അവന്റെ ഒരു സ്പിരിറ്റ്. അളിയാ 7 മിനിറ്റ് ആയിട്ട് ഇങ്ങനെ പൊട്ടനെ പോലെ ഇരിക്കുവാ നമ്മള്. മനസ്സിലായ? ഒരു ലാപ്പ് വിളിച്ചാ മതി. അല്ലെ നമുക്ക് ഇതും വാമ്പാക്കിയാലോ? ഒന്നുമില്ല അളിയാ, ഒന്നുമില്ല. വേണേ ഇത് വാമ്പാക്ക കേട്ടാ. കുഴപ്പമില്ല. ഓ അത് കഴിയായിരുന്നു. ചീർക്കി പോലും കൈ വെക്കണ്ട ഈ വണ്ടിയിൽ.
രാഹുൽ വീണ്ടും നീ കുറെ ഡിസ്റ്റൻസിൽ പോടാ. എങ്ങനെയാണ് ടീമാ? ഞാൻ അവിടെ നിന്ന് ഡൗൺ ചെയ്തോ അറിയാതെ. ഞാൻ 6ാമത്തെ ഗിയറിട്ട് അതൊക്കെ കയറ്റുന്നത് അതിന്റെ ആവശ്യം. പിന്നെ ഞാൻ 5ാമത്തെ ഗിയർ ആക്കി പോയി അറിയാതെ. ബോട്ട് കയറി പോകുന്നടാ. അയ്യോ ഗോകുന്റെ അവിടെ പറഞ്ഞിട്ട് ബോട്ട് കയറിയതാ. എഫണ്ടിന്റെ സ്റ്റിയറിംഗ് വെച്ചിട്ട് ട്രക്ക് ഓടിക്കുന്ന സത്യം. എടാ നിന്നെ പറഞ്ഞാ മതി, വണ്ടി അയ്യോ നമ്മളെ പെട്ടിക്കടാ ഈകളെ, നമ്മളെ വെട്ടിച്ചാ. നമ്മളെ പെട്ടിക്കും ഇപ്പൊ അത് തൊട്ടടുത്തെത്തി. മിക്കവാറും ഈ റൈസ് ബോട്ട് കൊണ്ടുപോകും കേട്ടോ. എന്നെ ബോട്ട് പൊട്ടിക്കണമെങ്കിലേ ഞാൻ ഈ പരിപാടി നിർത്തുമല്ലോ അന്നത്തോടെ. റെഡിയായിക്കോ. അവൻ പൊട്ടിക്കാൻ എന്നെ. അയ്യോ അവൻ തൊട്ടുപുറയിലെത്തിയേട്ടാ. ഇറക്കായോണ്ട് നമ്മള് എടാ കേട്ടിവിടില്ല അവനെ, കേട്ടിവിടില്ല. അവന് പ്രാന്തെന്തോ. ഹലോ അവൻ പറന്നു വരുന്നത്. ബോട്ടിന് മതം ഇറങ്ങി. മോഡികളെ കിടലായിരിക്കും കേട്ടാ. ഓ ഇതിനി മോഡൂടെ ചെയ്യാം. വെറുതെ ഓടിച്ചിട്ട് മനുഷ്യന് സമാധാനമില്ല. ടീമിനെന്ത് പോക്ക് പോടോ നോക്കിയേ. അല്ല ഡീമിനെ കറക്റ്റ് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്തതാ ഡീമൻ. കൊള്ളാം, അകം കൊള്ളാം, അകം കൊള്ളാം. എന്തായാലും മിസ്റ്റേക്ക് ചെയ്യാൻ പോണില്ല. അകൊക്കെ ഇട്ട് കണ്ടോട്ടെ. ഹായ് ഫ്രണ്ട്സ്. ഗോട്ടിന്റെ കാട്ടം വന്ന് പാണ്ഡ്യമ്മൾ മെനു ഗോട്ട് എല്ലാ പറ്റും ഗോട്ട്. ബ്രാവോ. ഞാൻ ഓവർടേക്ക് ചെയ്തേട്ടാ, അവര് ഓവർടേക്ക് ചെയ്തേട്ടാ. ഞാൻ വരുന്നുള്ളു. ഉറങ്ങി ഓടിക്കാറ വണ്ടി. ഇതെന്താ EV ട്രക്കാ? നിനക്ക് എങ്ങനെ പറ്റണടാ ഇതൊക്കെ കളിയാ? ഇനി അടുത്തോട്ട് അങ്ങോട്ട് റേസ് ആണ്, വിഷയ റേസ് ആയിരിക്കും അങ്ങോട്ടൊക്കെ. ഞാൻ സത്യം പറയല്ല, ഞാൻ ഇത് ഓഫ് റോഡ് ആണെന്നാ ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞ. അയ്യോ ഇത് ഓഫ് റോഡ് കൂടെ കേറ്റാ ഞാൻ ഇനി. നല്ല രസമില്ലേ? ഇങ്ങനെയാണ് ഞാൻ ഇത് എടുത്തത്. നമ്മളെ ഞാൻ കല്ലിൽ തങ്ങി കിടന്നു. വീണ്ടും ഓവർടേക്ക് ചെയ്യടാ കുക്കുവാനെ. കണ്ട് ഞാൻ മിണ്ടായിരിക്കാം, ആരും പറയണ്ട. നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഓവർടേക്ക് ഇപ്പൊ അവൻ. ഈ റേസിങ്ങിന് ഞാൻ ജയിക്കുമായിരുന്നു. വെറും തോന്നലാടാ, വെറും തോന്നലാടാ നിന്റെ വെറും തോന്നല. അതൊക്കെ ജയിക്കുമായിരുന്നത്. എടാ നോക്കൂ, കള്ളാ കള്ളാ കള്ളാ. വലിയ വെള്ളമാണ്. ചവിട്ടി വരണേ, ചവിട്ടി വരണേ, ചവിട്ടി. ഞാൻ പറഞ്ഞില്ലേ സോയി ഞാൻ പറഞ്ഞില്ലേ സോയി. അയ്യോ ഡീമ മറ്റേ ബോട്ടന്നെ വരുന്നതാ. ഞാൻ വെല്ലു വിളിച്ചിട്ടുണ്ടോ ലൈവിൽ ഓൾറെഡി. ഡീമ നീ ഒന്ന് പുറകെ ഇടിച്ചിട്ടേ. എനിക്ക് അവനെ കിട്ടത്തില്ല ഇനി. ഇല്ലടാ അവന്റെ വണ്ടിക്ക് അതെന്താ അത് അയ്യോ കൺട്രോൾ പോയി. എന്ത് കൺട്രോൾ പോയി? കയ്യിൽ വണ്ടി കൺട്രോൾ പോയി. ഹലോ നിക്കണേ. ഗോകുന്റെ വിളി എനിക്ക് വണ്ടി അത് വിളിക്കുമ്പോഴേ നമ്മളത് മനസ്സിലാക്കണം. അത് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് ഗോകു ഒന്ന് ഇടിക്കുവോ? ഗോകു ഒന്ന് ഇന്റെ ഹലാ നീ എന്നെ ഇടിക്കാവോ? പിന്നെ അതിനുള്ള സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഇടിക്കാൻ പറയായിരുന്നു. ഡീമാ നിന്നെ ഇടിച്ച് തൂറ്റിക്കോളാ ഞാൻ. നിന്നെ ഇടിച്ച് തൂറ്റിക്കും, നോക്കിക്കോ. നീ എഴുതി വെച്ചോ. വയറിടിക്കണേ. അളിയാ ഒരു കാര്യം ആലോചിക്കാണ്. എപ്പണ്ണിന്റെ ഹാൻഡിലൊക്കെ വെച്ച് ട്രക്ക് ഓടിച്ചോണ്ടിരിക്കുന്നിടത്ത് അത് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് തമ്മിലടി വരും നമ്മള്. നീ വരും അവനിപ്പോ കയറി പോയ അത് കണ്ടായിരുന്നു സോയി. ഒരു കുടുംബം. ഇനി മാറില്ല അവർ കയറിപ്പോ. സോയി വന്നേ. നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ചെയ്തില്ല. നമ്മൾ രണ്ട് തോക്കും. നമ്മൾ രണ്ട് തോക്കും. സോയി വന്നാൻ തൊട്ടോറി ബോട്ടോട്ടി എല്ലാവരും ഉണ്ട്. മണൽ മാഫിയ എല്ലാരും ഉണ്ട്. മണൽ മാഫിയാടാ. ഇവ ഓടിക്കുന്നത് കഴിവ ഓടിക്കുന്നത്. അത് ഫോട്ടോ
ഇന്ത്യ തോറ്റ് തോക്കട്ടാ സെലക്ഷൻ കമ്മിറ്റിയുടെ ആണ് അതൊക്കെ സെലക്ഷൻ കമ്മിറ്റിയുടെ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് T20 അത് എന്തൊരു പരിപാടി അത് എടാ ടീമിന് ഈ ടീം കള്ളാണ് അവ ഇടിച്ചിടൂടാ നമ്മളെ ഇടിച്ചെങ്കിൽ കയറ്റി എടാ നമ്മൾ കംബാക്കിന്റെ ആളല്ലടാ ഫസ്റ്റ് അടിക്കായിരിക്കുമോ ഇത് കാണുന്ന ഫോഴ്സ് സത്യമല്ലേ മയിൽ ഇന്ന് തന്നെ ഒരു മെയിലേക്ക് തിരിച്ചാണ് ഈ തിരിവില് കംബാക്ക് എന്ന് പറഞ്ഞ ഗോട്ടാണ്. ഗോട്ട് കാണിച്ചു കൊടുത്ത് കംബാക്ക് കാണിച്ചു കൊടുത്ത് വണ്ടി നീങ്ങട്ടെ സൂപ്പർ. നടക്കൂലത് വിളിച്ചാൽ പാടില്ല. അല്ല ആദ്യമായിട്ടല്ല ഇതിന് പിന്നെ അങ്ങനെയല്ല. ഒന്നുണ്ട് കഴയാണ് കഴ അവൻ കട്ടപ്പ യോജിക്കുന്നത് ഉറങ്ങിയത് കുത്തിയവൻ. മണൽ മാഫിയ ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നത് മണൽ മാഫിയ ഇവിടെ ചെറിയ റോഡ് അതുകൊണ്ട് ഒരു വളമല്ലേ അത് വളക്കണ്ടേ നമുക്ക് നീ പുഴുത്തോ അതോടാ ഫുഡ് കഴിക്കുന്ന ഇതെന്ന് ഇറവാണെന്ന് തിരിച്ചും വെരിഫൈ ഇന്റഗ്രിറ്റി നോക്കടാ സ്റ്റീമില്. അത് ചെയ്ത് ഇപ്പം തന്നെ ചെയ്തു. അപ്പൊ നീ ഗ്രാഫിക്സ് അകത്തൊന്ന് കുറച്ചു ആ ഗ്രാഫിക്സിന്റെ സീനാണോ? ഓയ് പിടിച്ചിട്ടെ. താങ്ക്സ് അപ്പൊ എന്റെ സ്പീഡ് പറയത് ഇല്ല ഞാൻ മാറുന്നു അപ്പൊ തന്നെ മാറുന്നു കേറുന്നില്ലേട്ട ഇത് ഒരടി ശ്രമിക്കാൻ വേണ്ടി എത്രയെല്ലാം കണ്ട് ഇടിക്കാൻ പറ്റുള്ളൂ നമ്മള് അവിടെ പെരത്ത് കുരുങ്ങി. ഫ്രണ്ട് രണ്ടുപേരും ഒന്നും മിണ്ടാതെ പറയാതെ പോണ്ട് നമുക്ക് ഒരു ലാപ്പേ ഉള്ളേ ഇത് ഒരു ലാഭം പറ്റത്തില്ലേട്ടാ ബെസ്റ്റ് ലാപ്പ് എഴുതി കാണിക്കുന്ന ആരാണ് അവര് ജയിച്ച്. ബെസ്റ്റ് ലാപ്പാ ബെസ്റ്റ് എഴുതി കാണിക്കില്ല ഇപ്പൊ 0 അല്ലേ? അത് നോക്കിട്ട് നമുക്ക് ആക്കാം. അഥവാ ഒരുമിച്ച് കയറാണെങ്കിൽ സെക്കൻഡ്സ് മനസ്സിലായില്ലേ? ഇവനിലേക്കൊന്നും പോണേ അവർ രണ്ടുപേരും താണ്ട കൊരുത്തല്ലി പോണത് രണ്ടുപേരും കണക്റ്റഡ്. ആദ്യമായിട്ടാണ് ദേഹം ബ്രേക്ക് ചവിട്ടിട്ടില്ല. എന്റെ കാര്യം അറിയാം ടാക്സ് ചവിട്ടി അത് സത്യം. ഈ വീക്ക് സോട്ടിന് പുറത്താണ്. ഞാൻ എങ്ങനെ ബാക്ക് എത്തിയത്? പുതിയ കള്ളൻ ടീമൻ വട്ടം വയ്ക്കും വണ്ടിക്ക്. സ്പീഡ് എനിക്ക് കയറിയതായിരുന്നു. ഒരു ഇറക്കി വരുമ്പോ ഒന്ന് ബ്രേക്ക് കൂടി അപ്പം ഞാൻ മൂട്ടി ഒന്ന് ഇടിക്കാം. അപ്പൊ ആ സ്പീഡിലാണ് കയറി പോണം. മനസ്സിലായോ? ഇവിടെ ബ്രേക്ക് അടിച്ച് വളച്ചോ.
കുറച്ചുകൂടെ താങ്ക് യു അവരെ സ്പീഡ് അങ്ങനെ 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 കുറച്ചുകൂടെ കുറച്ച് അയ്യോ ഞാൻ വെളിയിൽ പോകട്ടെ ലോറി ബാക്കിലൂടെ തിരിഞ്ഞു വിളിക്കുന്നത് പുഷ്പയുടെ ലോറിയാണ്. ലോറിയാ സ്പീഡ് കയറുന്നില്ലടാ ഈ വളവിൽ ഞാൻ പോയാ അയ്യോ 18 മിനിറ്റ് ഇതുവരെ ഒരു ലാപ്പ് തീർന്നില്ലടാ. ബുദ്ധിപരമായിട്ട് അങ്ങനെ കളിച്ചല്ലേ. ആ ഒരു ലാപ്പ് ഫ്രണ്ടില് ഫ്രണ്ടില് ഫ്രണ്ടില്. അപ്പൊ റേസ് തീർന്നേ. അവിടെ ബെസ്റ്റ് ലാപ്പ് ആരാണ് നോക്കേ അടിപൊളിയായിരിക്കുമല്ലോ എന്തായാലും. അതെ അളിയാ നടന്നില്ലല്ലേ ട്രിക്ക് ഇത് ഇവിടെ വരെയുള്ളത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. ഇല്ല ലാപ്പ് 2 ആയില്ല. ലാപ്പ് ആയിട്ടില്ല ലാപ്പ് ആയിട്ടില്ല. ആ ഇപ്പൊ ഞാൻ ബസ് നീ അല്ല നിന്റെ എത്ര 18:58 ഞാൻ 19 സെക്കൻഡ് കറക്റ്റ്. അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെ ലാപ്പ് ടൈം ഞാൻ എന്റെ ബെസ്റ്റ് ലാപ്പ് ടൈം അല്ല അവിടെ ഒരുമിച്ചല്ലേ വന്നത്. അല്ല ഞാൻ ചോദിച്ചു 18:58. ഞാൻ 19:00. ആ അപ്പൊ ഞാൻ ചോദിച്ചു ബെസ്റ്റ് ലാപ്പ് ടൈം എന്റെ. ഞാനും 19:10. അപ്പൊ ഞാൻ ചോദിച്ചു ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. മറ്റേ ബോട്ട് പട്ടി കയറി വരുന്നുണ്ട് കേട്ടാ. നിർത്തിക്ക വാ ഇനി ഇത് ഓടിച്ചിട്ട് വെടുക്കും. ഇനി 30 കിലോമീറ്റർ ഓടാൻ വയ്യ. ഞാൻ നിർത്തി എക്സിറ്റ് അടിച്ചാ. അപ്പൊ ഞാൻ ചോദിച്ചു ഡീമ അതെന്താന്നറിയോ ഡീമ അത് കർമ്മയാ ഡീമ. നീ എന്നെ ഇടിച്ചിട്ടേന്റെ കർമ്മ കള്ളൻ എന്നെ അടിക്കാൻ നോക്കി ഞാൻ ടാറ്റിക്സ് ആയിട്ട് നീ വാട്സാപ്പ് പ്രൊഡ്യൂസറിന് പൈസ കൊടുത്തു പറയുന്നു. ഒന്നുമല്ല നമ്മുടെ കളി റോബിടൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടും ദേഷ്യമല്ലേ. ഞാനും ഇങ്ങനെ ആട്ടി വരാം. വണ്ടി അല്ല വണ്ടി ഫ്രണ്ടിലൊരു വലിയ ആക്സിഡന്റ് നടന്നല്ലോ. എന്നെ ഇടിച്ചാണ് ഈ വണ്ടി തന്നെ പോകുന്നത്. ഫോർസ പോയിന്ന് എന്താണ് അതിനൊക്കെ. അല്ലെ ഇനിയെങ്കിലും അല്ലെ ഒരു നല്ലൊരു റേസ് ഇടണേ അളിയാ. നല്ല റേസ് ആയിരിക്കും. അപ്പൊ അളിയാ എങ്ങനെ 1000 രഘുല വന്നില്ലേ? നാളെ പോണം. ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കും. നീ കളിക്കുന്നില്ല? ഇല്ല നാളെ കാലത്ത് പോകണം. നൈസ് പ്രാക്ടീസ്. ഇന്നത്തെ പ്രാക്ടീസ് നന്നായിട്ട് പെർഫോം ചെയ്തറിയാം. നൈസ് പ്രാക്ടീസ്. നൈസ്. ഇതാണല്ലേ നീ ഇന്നലെ എനിക്ക് അയച്ച റെഗുലർ പ്രാക്ടീസ്. ഇന്നലെ ഞാൻ കളിച്ച് കോഴക്കളിയത്. അതങ്ങനെ പലതും പറയും പല അവന്മാരും. ഇതൊന്നും ഞാൻ തലയിലോട്ട് എടുക്കത്തില്ല. ഫോർസ പ്രിൻസസ് കയറുന്നത് നിന്നെ ഇനി എവിടെ കണ്ടാലും നൂത്ത് പറക്കിട്ട് അടിക്കും അടിയുമാ. നിന്നെ ഞാൻ ഇടിച്ചു തൊലയ്ക്കും, വെട്ടി തൊലയ്ക്കും. എവിടെ പോവാ? ഞാൻ കാർഡ് വെട്ടണ കോൺട്രാക്ട് ഇടുന്നു. പാർട്ട് ടൈം ആയിട്ട് അത് ജോയിൻ ചെയ്യാറുണ്ട്. റൈസ് മാത്രമല്ലോ. എത്ര കോൺട്രാക്ട് എത്ര? നിന്നോട് പറയേണ്ട ആവശ്യമില്ല. ബോട്ട് വെട്ടി